നമസ്കാരം. കഴിഞ്ഞ ദിവസം വോട്ടെടുപ്പ് ദിവസം ശ്രദ്ധിച്ചിട്ടുണ്ടാകും, തിരുവനന്തപുരം നഗരത്തിൽ ജില്ലയിൽ മിക്കയിടങ്ങളിലും കനത്തൊരു മഴ പെയ്തു. വർദ്ധിച്ചു വന്ന ആ പോളിംഗ് ആവേശത്തെ തണുപ്പിക്കാനാണോ അതോ ഇടത് വലത് മുന്നണികളുടെ ആ പോളിംഗ് കൂടിയപ്പോൾ അവരുടെ മനസ്സിലുണ്ടായ ആ ടെൻഷനെ ആശങ്കകളെ ഒന്ന് തണുപ്പിക്കാനോ മഴ പെയ്തത്? എന്തായാലും മഴ പെയ്തത് നല്ല കാര്യമാണ്, ശുഭകരമാണ്. എന്തായാലും അത് ശുഭകരമായി അവസാനിക്കൂ. അങ്ങനെ തലസ്ഥാനത്ത് തിരുവനന്തപുരം ജില്ലയിൽ പോളിംഗ് ആവേശം കനത്ത് തന്നെ നടന്നിരിക്കുന്നു. എന്താണ് കാരണം? കാട്ടാക്കടയിലെ നേമത്തും വോട്ടർമാരുടെ ബൂത്തുകളിലേക്ക് എത്തിയ വോട്ടർമാരുടെ എണ്ണത്തിൽ വൻ കുതിപ്പായിരുന്നു. പ്രാഥമിക കണക്കുകൾ പ്രകാരം ജില്ലയിൽ ശരാശരി 76.98% വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിർണായകമായ തിരുവനന്തപുരം ജില്ലയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ വോട്ടർമാർ കൂട്ടത്തോടെ ബൂത്തുകളിലേക്ക് എത്തിയപ്പോൾ പോളിംഗ് ശതമാനം ഉയർന്നു. ഇതോടെ ജനവിധി നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങിയെന്ന് ഇടത് വലത് മുന്നണികൾക്ക് ഉറപ്പായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട പ്രാഥമിക കണക്കുകൾ പ്രകാരം ജില്ലയിൽ ശരാശരി 76.98% വോട്ടർമാർ വോട്ട് ചെയ്തു. 80% കടന്ന് കാട്ടാക്കടയിൽ നിയമവും മുന്നോട്ട് പോയി. ജില്ലയിൽ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടന്ന നിയമമണ്ഡലത്തിൽ ഉയർന്ന പോളിംഗ്. കാട്ടാക്കട പഞ്ചായത്തിന് ഏറ്റവും കൂടുതൽ പേർ വോട്ട് ചെയ്തത് 80.72% പേർ. കടുത്ത ത്രികോണ മത്സരം നടന്ന നിയമമണ്ഡലത്തിൽ 80.62%, ഒട്ടും കുറവില്ല. ജില്ലയിൽ 80% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയ ഏക മണ്ഡലവും ഈ നേമവും കാട്ടാക്കടയുമാണ്. പ്രധാന മണ്ഡലങ്ങളിലും ശ്രദ്ധേയമായ പോരാട്ടം നടന്നെന്ന് വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ അറിയാം. കഴക്കൂട്ടത്ത് 78.67%, വട്ടിയൂർക്കാവിൽ 76.9%, നെടുമങ്ങാടോ 78.2%. ജില്ലയുടെ വടക്കൻ മേഖലകളിൽ താരതമ്യേന കുറഞ്ഞ പോളിംഗ് എന്നതും മറ്റു ശ്രദ്ധേയമായ കാര്യമാണ്. ആറ്റിങ്ങൽ 73.74%, ചിറയൻകീഴ് 74.13%, പിന്നെ സെൻട്രൽ 74.66%. ഇതൊക്കെയാണ് തിരുവനന്തപുരം ജില്ലയിലെ ആ വോട്ടിംഗ് പാറ്റേണിന്റെ കണക്കുകൾ. ഇതിനിടയിലാണ് നിയമമണ്ഡലത്തിലെ ഉയർന്ന പോളിംഗിൽ സമ്മർദ്ദമേറിയ വലതുപക്ഷവും ഇടതുപക്ഷവും തമ്മിൽ മറ്റൊരു ആരോപണം. അതിൽ വഴിയിൽ കൂടി പോകുന്ന മനസമാധാനമായി വോട്ടർമാരെ ബൂത്തുകളിലേക്ക് എത്തിച്ച് വോട്ട് രേഖപ്പെടുത്താൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച BJPക്ക് വിട്ടുകൊണ്ട് അവരെയും വലിച്ച് അതിലേക്ക് ഇട്ടിരിക്കുന്നു. അടുത്തടിയിൽ എന്താണ് LDF സ്ഥാനാർത്ഥി ശിവൻകുട്ടി പറഞ്ഞത്? അതേ, നിയമത്തിൽ ഡീൽ നടന്നിരിക്കുന്നു. ആരൊക്കെ തമ്മിലാണ്? അത് സ്വാഭാവികമായും കോൺഗ്രസും BJPയും തമ്മിൽ. അദ്ദേഹം SDPയുമായി ഉണ്ടാക്കിയ ഡീലൊന്നും ഒരിടത്തും പുറത്തു വന്നിട്ടില്ല. പറയാൻ അദ്ദേഹത്തിന് ഇനിയും നാണക്കേടാണ്. പക്ഷെ ഒരു വാക്ക് പറഞ്ഞു, ന്യൂനപക്ഷം ഞങ്ങൾക്ക് വോട്ട് ചെയ്തെന്നു. ആരാണ് ന്യൂനപക്ഷം? LDFന്റെ കണ്ണിൽ ന്യൂനപക്ഷം എന്നാൽ അവിടെ SDPയെയും PDPയും ജമാഅത്തെ ഇസ്ലാമിയും ഇതൊക്കെ തന്നെ ന്യൂനപക്ഷം. പക്ഷേ BJPയുടെ കണ്ണിൽ ന്യൂനപക്ഷം എന്നാൽ അത് മുസ്ലിം സമുദായമാണ്, ക്രൈസ്തവ സമുദായമാണ്. നിയമമണ്ഡലത്തിലെ നിർണായകമായ ആ ന്യൂനപക്ഷ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് ഇത്തവണ ഭൂരിപക്ഷവും BJPക്ക് തന്നെയെന്ന് BJP ഉറപ്പിച്ചിട്ടുണ്ട്. LDFന് മാത്രമാണത് ജമാഅത്തെ ഇസ്ലാമിയും മറ്റ് SDPയും ഒക്കെ ആയിട്ട് മാറുന്നത്. പിന്നെ ഏറ്റവും പ്രധാനമായ ആരോപണം, ഈ ഡീലിന്റെ കാര്യം പറഞ്ഞല്ലോ. തിരുവനന്തപുരത്ത് നേമത്ത് BJPയും കോൺഗ്രസ് തമ്മിൽ ഡീൽ. എന്തിനാണ് ആ ഡീൽ? എന്തുകൊണ്ടാണ് ഡീൽ എന്ന് പറഞ്ഞത്? ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് ബൂത്തുകളിൽ ഇരിക്കാൻ കോൺഗ്രസിന്റെ ഏജന്റുമാർ ഉണ്ടായിരുന്നില്ല അത്രേ. അതെങ്ങനെ BJPയുടെ ഡീലായി മാറും? കോൺഗ്രസിന്റെ ഏജന്റുമാർ ഉച്ചയ്ക്ക് ശേഷം ഊണ് കഴിക്കാൻ പോയി മടങ്ങി വന്നില്ലെങ്കിൽ അത് ചോദിക്കേണ്ടത് കോൺഗ്രസ്സുകാരോടാണ്, അല്ലാതെ BJPക്കാരോടല്ല. പാറശാല മുതൽ മഞ്ചേശ്വരം വരെ ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു ബൂത്തിൽ ഏതെങ്കിലും ഒരു BJPയുടെ പോളിംഗ് ഏജന്റ് കോൺഗ്രസ്സുകാരന് വേണ്ടി ജോലി ചെയ്തിട്ടുണ്ടോ? തെളിവുണ്ടോ? ഇല്ല. കാരണം BJPയുടെ വോട്ടുകൾ ഇവിടെ പാറ പോലെ ഉറച്ചതാണ്, സുസ്ഥിരമാണ്, അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വോട്ട് പോലും എതിർപ്പാളയത്തിലേക്ക് പോകില്ല. അത് ഉറപ്പാക്കി തന്നെയാണ് ഇത്തവണ 140 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ ആ പ്രയാണം നടന്നത്. അപ്പോഴാണ് ഇവിടെ
കോൺഗ്രസിന്റെ നിയമമണ്ഡലത്തിലെ ബൂത്തുകളിൽ ഇരിക്കാൻ ഏജന്റുമാർ, പോളിംഗ് ഏജന്റുമാർ ഇല്ലാത്തതിന്റെ പഴി അവർക്കല്ല, ശബരിനാഥനല്ല, BJPക്ക് തലയിൽ കൊണ്ട് കെട്ടിവെക്കാൻ നോക്കുന്നത്. അതെന്തായാലും നടക്കില്ലെന്ന് ഇത്തവണ തലസ്ഥാന നഗരി വിധി എഴുതാൻ പോവുകയാണ്. അതുതന്നെയാണ് നേരത്തെ പറഞ്ഞത്. എന്തായാലും നിർണായകമാണ്. വോട്ടർമാർ കൂട്ടത്തോടെ വന്ന് വോട്ട് ചെയ്തു പോയി. വോട്ടിംഗ് ശതമാനം ഉയർന്നു. SIR പ്രകാരം അതിനൊരു കണക്കുണ്ട്, ഒരു ന്യായം പറയാം. SIR പ്രകാരം പരമാവധി വോട്ടർമാരെ യാതൊരു നിയമവിരുദ്ധമായ വോട്ടർമാരെയൊക്കെ, അവകാശമില്ലാത്ത വോട്ടർമാരെയൊക്കെ ഓരോ മണ്ഡലിൽ നിന്നും മാറ്റിയിരുന്നു. സംശുദ്ധീകരിച്ച SIR പ്രകാരമുള്ള വോട്ടർ പട്ടിക പ്രകാരം നടന്ന വോട്ടെടുപ്പാണ്. അതിൽ പോളിംഗ് ശതമാനം കൂടിയിട്ടുണ്ടെങ്കിൽ, പോളിംഗ് ശതമാനം കൂടിയെന്ന് ഇടത് വലത് മുന്നണികൾ സംബന്ധിച്ചാൽ അത് SIR ഇവിടെ അവതരിപ്പിച്ച നരേന്ദ്രമോദിയുടെ അല്ല, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ വിജയം തന്നെയാണ്. പിന്നെ തിരുവനന്തപുരത്ത് മണ്ഡലങ്ങളിൽ ആരൊക്കെ എങ്ങനെയൊക്കെ പോകുമെന്ന് ഒരു മാസം കാത്തിരിക്കാം. എന്തായാലും BJPക്ക് അത് ഒരു ശുഭപ്രതീക്ഷ തന്നെയാണ്.